നമസ്കാരം. അങ്ങനെ കൊട്ടിഘോഷിച്ച് കൊണ്ടുവന്ന ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി, ഇറാനെ തളയ്ക്കാൻ അമേരിക്ക കൊണ്ടുവന്ന യുദ്ധം, അത് തൽക്കാലം അവസാനിപ്പിച്ചിരിക്കുന്നു. അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ആണ് ഇക്കാര്യം മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്. തൊട്ടു പിന്നാലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും രംഗത്തെത്തി. അതായത് ഹോർമൂസിൽ ട്രംപ് പ്രഖ്യാപിച്ച പ്രൊജക്ട് ഫ്രീഡം അതും അവസാനിപ്പിക്കുകയാണത്രേ. അതായത് ഇറാൻ സൈനിക കരുത്ത് കാണിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും നയതന്ത്ര നീക്കത്തിന് അവർ തയ്യാറാകുന്നതിന്റെ ചില സൂചനകൾ ലഭിക്കുന്നുണ്ട്. പാകിസ്ഥാന്റെയും അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളുടെയും ഒക്കെ അഭ്യർത്ഥന മാനിച്ച് തൽക്കാലം എല്ലാം നിർത്തുകയാണ്, ഇതോടെ നിർത്തുകയാണ് എന്നാണ് ട്രംപ് പറയുന്നത്. എന്നാൽ ഇറാൻ പറയുന്നത് ഇവിടെ വളരെ ശ്രദ്ധേയമാണ്. വരട്ടെ, പോകാൻ വരട്ടെ, നിർത്താൻ വരട്ടെ. നിങ്ങൾ തുടങ്ങി വെക്കുമ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നല്ലോ, തുടങ്ങുന്നത് നിങ്ങളാണെങ്കിൽ അവസാനിപ്പിക്കുന്നത് ഞങ്ങളായിരിക്കുമെന്ന്. എന്തായാലും ഇറാനെ ഇപ്പോൾ പ്രകോപിപ്പിച്ചിരിക്കുന്നത്, തൽക്കാലം ഇറാൻ അടങ്ങിയിരിക്കാൻ തയ്യാറാകാത്തതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഹോർമൂസിലെ ഇവിടെ പ്രൊജക്ട് ഫ്രീഡത്തിന്റെ പേര് പറഞ്ഞ് സാധാരണക്കാരെയും അതുപോലെ തന്നെ കുട്ടികളെയും ഒക്കെ അമേരിക്ക വീണ്ടും കൊന്നു തള്ളിയിരിക്കുന്നു. 5ഓളം ആളുകൾ മരണപ്പെട്ടു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇത് വലിയ പ്രതിഷേധത്തിന് കാരണമാക്കിയിട്ടുണ്ട്. അതിനുള്ള മറുപടി നിങ്ങൾക്ക് കിട്ടിബോധിച്ചതിന് ശേഷമേ ഞങ്ങൾ ഇത് അവസാനിപ്പിക്കാൻ ഉദ്ദേശമുള്ളൂ എന്നുള്ളതാണ് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയുടെ നിലപാട്. എന്തായാലും അമേരിക്കയുടെ ആക്രമണങ്ങൾ, അമേരിക്ക ഹോർമൂസിൽ ഇറാനെതിരെ ആക്രമണങ്ങൾ അഴിച്ചുവിട്ട സാഹചര്യത്തിൽ ഇവിടെ പല കാര്യങ്ങളും നടന്നു, പല സംഭവങ്ങളും ഉണ്ടായി. അമേരിക്കൻ കപ്പലുകളെ ഇറാൻ വിരട്ടിയോടിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ഇറാൻ തന്നെ പുറത്തുവിട്ടു. അതോടൊപ്പം തന്നെ ഖത്തറിൽ നിന്നും പറന്നു പൊങ്ങിയ അമേരിക്കൻ വിമാനം കാണാതായി. അമേരിക്കക്കെതിരെ അല്ലെങ്കിൽ അമേരിക്കയുടെ സഖ്യകക്ഷിയായിട്ടുള്ള UAE-ക്കെതിരെ ഇറാൻ യുദ്ധം പ്രഖ്യാപിച്ചു. ഇസ്രായേൽ കൂടെ UAE-യോടൊപ്പമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ UAE-യിലെ ഫുജൈറയിലേക്ക് ഇറാൻ ആക്രമണം ആരംഭിച്ചു. ഇസ്രായേലും ഇറങ്ങിയില്ല, അമേരിക്കയും ഇറങ്ങിയില്ല. തൽക്കാലം പെട്ടിയും അതുപോലെ തന്നെ കിടക്കയും ഒക്കെ എടുത്ത് ചുരുട്ടിക്കൂട്ടി പോകാനാണ് അമേരിക്കയുടെ തീരുമാനം. തൽക്കാലം അങ്ങനെ അങ്ങ് പോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല, സമാധാനം പറഞ്ഞിട്ട് പോയാൽ മതി എന്നുള്ള നിലപാടിൽ ഇറാനും ഉറച്ചു നിൽക്കുന്നു. എന്തായാലും ഇവിടെ ഇറാനെ അവസാനിപ്പിക്കും, ഇറാനെ ചുട്ടുകളയും, ഇറാന്റെ നാവികസേന ഇപ്പോൾ 0യാണ്, ഇറാന്റെ ആകാശം ഞങ്ങളുടെ കൈകളിലാണ്, ഇറാന്റെ പക്കൽ ഇനി ഒരു ആയുധങ്ങളുമില്ല എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ വിജയിച്ചു എന്ന് പറഞ്ഞാണ് അമേരിക്ക പോകുന്നത്. വിജയിച്ച നിങ്ങൾ എന്തായാലും പേടിക്കേണ്ടതില്ലല്ലോ. വിജയിച്ച നിങ്ങൾക്ക് പരാജയപ്പെട്ട ഞങ്ങളുമായി മുട്ടാൻ എന്തിനാണ് നിങ്ങൾ ഭയപ്പെടുന്നത്? നമുക്കൊരു കൈ നോക്കാം എന്ന് ഇറാൻ പറയുമ്പോഴും അമേരിക്ക, പാകിസ്ഥാനും അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളും ഒക്കെ ഞങ്ങളോട് ഇനി യുദ്ധം ചെയ്യരുത്, പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് എന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് മെല്ലെ തടിയൂരാൻ ശ്രമിക്കുകയാണ്. എന്തായാലും അമേരിക്കയെ അങ്ങനെയൊന്നും തൽക്കാലം വിടാൻ ഉദ്ദേശിക്കുന്നില്ല. ചർച്ചകളൊക്കെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. ഈ ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് അമേരിക്ക നേരത്തെ ഇറാനെ ആക്രമിച്ചത്. എന്തായാലും ചർച്ച അതിന്റെ വഴിക്ക് നടക്കട്ടെ. ചർച്ചയിൽ ഒരു തീരുമാനമാകുന്നത് വരെ നമുക്കൊരു കൈ നോക്കാം എന്ന് തന്നെ ഇവിടെ ഇറാൻ അമേരിക്കയോട് പറയുന്നു, അമേരിക്കയെ വെല്ലുവിളിക്കുന്നു. ഇങ്ങനെ ഒരു നാണം കെട്ട ഒരു അവസ്ഥ ഒരു അമേരിക്കൻ പ്രസിഡന്റിനും ഇതിന് മുമ്പുണ്ടായി കാണില്ല. ഇത് നേരത്തെ ഞാൻ പറഞ്ഞതാണ്. എന്തായാലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിന് ഇറാനെ ആക്രമിക്കണം എന്നുള്ള അവരുടെ ഒരു ആഗ്രഹം ഒരുപാട് കാലം പഴക്കമുള്ളതാണ്. നേരത്തെ ഒബാമയോടും അതുപോലെ തന്നെ അമേരിക്കൻ പ്രസിഡന്റുമാരോടൊക്കെ ബെഞ്ചമിൻ നെതന്യാഹു അത്തരത്തിലുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അവരൊന്നും ഈ ഒരു ബുൾഡോസറിന് തലവെച്ച് ഉള്ള ജന്മം പാഴാക്കണ്ട, പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് വീഴാൻ നിൽക്കണ്ട എന്ന് തീരുമാനിച്ചത് മനസ്സിലാക്കി അവർ ഇതിൽ നിന്ന് പിന്മാറിയതാണ്. ട്രംപിന് എന്തായാലും ഇവിടെ ബെഞ്ചമിൻ നെതന്യാഹുവിനെ ഒഴിവാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായി. ഈ എഫ്സ്റ്റീൻ ഫയലുമായി ബന്ധപ്പെട്ടൊക്കെ കാര്യങ്ങൾ പുറത്തു വരുമെന്ന് പറയുന്നത് കൊണ്ടായിരിക്കാം ട്രംപ് അതിന് ഇറങ്ങി പുറപ്പെട്ടു. പിന്നീട് ഒരുപാട് ഭീഷണികൾ മുഴക്കി, ഇറാനെ തീർത്തു, ഇറാന്റെ സൈനിക ശേഷി നശിപ്പിച്ചു, മിസൈൽ ശേഷി നശിപ്പിച്ചു, ഇനി അവർ ആണവായുധത്തിന്റെ പുറകെ പോകില്ല. എന്തായാലും ഇറാൻ ഇവിടെ ആദ്യം എടുത്ത ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുമ്പോൾ ട്രംപിന് മനംമാറ്റം ഉണ്ടാകുന്നു. വീണ്ടും വീണ്ടും പണി ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഇനിയും കൂടുതൽ നഷ്ടങ്ങൾ ഇറാനുമായി യുദ്ധം ചെയ്ത് ഉണ്ടാക്കണ്ട എന്ന് ട്രംപ് മനസ്സിലാക്കിയപ്പോഴാണ് യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറായത്. ഹോർമൂസിൽ കൊണ്ടുവന്ന ഉപരോധം അത് ആകെ ചീറ്റിപ്പോയി. ഏറ്റവും അവസാനം പ്രഖ്യാപിച്ച പ്രൊജക്ട് ഫ്രീഡവും ചീറ്റിപ്പോയി. അവിടെയൊക്കെ പണി കിട്ടിയപ്പോഴാണ് തൽക്കാലം ഒന്ന് മാറി ചിന്തിച്ചത്. പക്ഷെ ഇപ്പോൾ ഇറാൻ വിടുന്നില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ തന്നെ ഇവിടെ UAE കയറി ആദ്യം അങ്ങോട്ട് ആക്രമിച്ചത്, ഫുജൈറയിലേക്ക് ആക്രമണം നടത്തിയത് ഇറാനാണ്. അമേരിക്ക ഹോർമൂസിൽ കടുപ്പിച്ചപ്പോൾ ഇറാൻ UAE-ക്ക് നേരെ തിരിഞ്ഞു എന്നുള്ളതാണ്. ഇസ്രായേലിനെ വെല്ലുവിളിച്ചു, അമേരിക്കയെ വെല്ലുവിളിച്ചു. തൽക്കാലം എല്ലാം അവസാനിപ്പിച്ച് ട്രംപ് പിടുത്തം വിട്ടിരിക്കുകയാണ്. സമൂഹ മാധ്യമങ്ങളിൽ
ട്രംപ് പ്രഖ്യാപിച്ച അല്ലെങ്കിൽ അമേരിക്ക പ്രഖ്യാപിച്ച ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്ന് പറയുന്ന ആ ഒരു നീക്കത്തിനെതിരെ, ആ നീക്കത്തെ കളിയാക്കിക്കൊണ്ട് ഇപ്പോൾ ആളുകൾ പറയുന്നത്, സമൂഹ മാധ്യമങ്ങളിലെ പ്രതികരണങ്ങളിൽ നിന്നും കാണാൻ കഴിയുന്നത് കോപ്പിലെ എപ്പിക് ഫ്യൂറി തൽക്കാലം ചീറ്റിപ്പോയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്.